ദേ ഇത് കണ്ടില്ലേ, കരിമീൻ ഉണക്കിയതാണ് കേട്ടോ. വേറെ എന്തെങ്കിലും ആയിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പം കമൻറ്റ് ചെയ്തോ, കുറച്ച് നേരം കഴിഞ്ഞാൽ ഞാനിത് എന്താണെന്ന് പറയേ. അപ്പോൾ ജാസിദിക്ക കൊണ്ടുവന്നതാണ് ഈ ഒരു സാധനം. ഈ ടൈമിൽ ഈ സാധനം മനസ്സിലായിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ, കള്ളത്തരം പറയല്ലേ. അപ്പോൾ ദാ ഇത് നമ്മളൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ജാസിക്ക തന്നെ ഉണക്കിയിട്ടുള്ള ഇറച്ചിയാണേ, ബീഫ്. അത് നമ്മൾ ആദ്യം ഒന്ന് സ്മോക്ക് ചെയ്തു കേട്ടോ, ചിരട്ടയൊക്കെ വെച്ചിട്ട് നമ്മൾ മന്തിയൊക്കെ സ്മോക്ക് ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് സ്മോക്ക് കൊടുത്തു. എന്നിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയെടുത്തു. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തു കേട്ടോ. ഇതാണ് കേട്ടോ പൊടിച്ചെടുത്ത മിക്സ്. ഇനി നമ്മളിത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, കുറച്ച് അധികം തന്നെ കറിവേപ്പിലയും വേണം കേട്ടോ. വേറെ അധികം ഐറ്റംസ് ഒന്നും ഇതിൽ ചേർക്കണില്ല, ഇതൊക്കെ തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജാസിക്കയെ ഈ ഉണക്കുന്ന മെഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു പരീക്ഷണം എന്നോണം നമ്മൾ ഉണക്കി നോക്കിയതായിരുന്നു ഈ ഒരു ഇറച്ചി. ജാസിക്ക തന്നെയാണ് കേട്ടോ അത് ഉണക്കി കൊണ്ടുവന്ന് നമുക്ക് കുക്ക് ചെയ്ത് തന്നത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കഴിയുമ്പോൾ നമ്മൾ ഈ ആക്കി കൊടുത്തിട്ടുള്ള ഇറച്ചി ഉണ്ടല്ലോ, പൊടിച്ചെടുത്തിട്ടുള്ള ഇറച്ചി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വേറെ ഓയിലൊന്നും ഉപയോഗിക്കരുത്, വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കുക. നല്ലപോലെ ആയി വരുമ്പോഴത്തേക്കിനും കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചധികം കറിവേപ്പില വീണ്ടും ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതെല്ലാം ജാസിക്കയാണ്, എനിക്ക് വീഡിയോ എടുത്ത് തന്നവരെ ജാസിക്കയാണ്. പക്ഷേ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഇടിയിറച്ചി എന്ന് പറയുന്ന സാധനം കൊണ്ടും ഇതുണ്ടാക്കാൻ പറ്റുമായിരിക്കും എന്ന്. ഇടിയിറച്ചി ഞാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോഴത്തേക്കിനും ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി. ഇനി ഇടിയിറച്ചിയും ഇങ്ങനെ ഉണ്ടാക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഏതായാലും സംഭവം ഉഷാറായിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നോമ്പ് തുറയും തന്നായിരുന്നു കേട്ടോ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.